ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേറൊന്നല്ല, നമ്മളിപ്പോൾ മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞില്ല, അതുപോലെ കഴിയില്ല, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ കാണ്ട്, അതുപോലെ കുടിൻ്റെ, വോണ്ട് എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എങ്കിലും ചില സെൻറ്റൻസുകളിൽ നമുക്കിത് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നും. അതായത് കുറച്ച് വലിയ സെൻറ്റൻസും ചെറിയ സെന്റൻസ് ഒക്കെ പറയുന്ന സമയത്ത്. അപ്പൊ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പൊ ഒരു കാര്യം എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നമുക്ക് പറയണം. പറ്റുന്നില്ല, കഴിയുന്നില്ല, ഇത് രണ്ടും ഒരുപോലെയാണ് പറയേണ്ടത്. ഐ കാൺട്ട് ഡു ഇറ്റ് അല്ലേ, ഐ കാൺട്ട് ഡു ഇറ്റ്. അപ്പം ശ്രദ്ധിക്കേണ്ടത്, കാൺട്ട് കഴിഞ്ഞു വന്നാൽ പിന്നെ നമ്മൾ നേരെ വെർബ് V1 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. അവിടെ ചെയ്യാൻ അല്ലെങ്കിൽ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ടു എന്ന് യൂസ് ചെയ്ത് പറയാൻ പാടില്ല കേട്ടോ. അത് ശ്രദ്ധിച്ചാൽ മതി. ഐ കാൺട്ട് ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ലോങ് സെന്റൻസ് ആക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പറയാറുണ്ടല്ലോ നമ്മളിപ്പോൾ എൻ്റെ ജോലി അതാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് മേക്ക് എ വീഡിയോ ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എന്താണ്? ഐ കാൺട്ട് മേക്ക് എ വീഡിയോ ബിക്കോസ് ഐ എം നോട്ട് ഫീലിംഗ് വെൽ. എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഒരു സെന്റൻസ്, ചെറിയ സെന്റൻസിൽ നിന്ന് നമ്മളൊരു വലിയ സെന്റൻസ് ഉണ്ടാക്കി അല്ലേ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണല്ലോ. ഓക്കെ, നമ്മളിത് പാസ്റ്റിൽ പറയാണ്, എനിക്ക് പറ്റിയില്ല, അതായത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അവിടെ നമ്മൾ ഐ കുഡിന്റ് ഡു ഇറ്റ് എന്ന് പറയണം. പാസ്റ്റ് ആണല്ലോ. ഐ കുഡിന്റ് ഡു ഇറ്റ്, എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്നലെ ഉറക്കമൊഴിച്ചത് കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. ഇന്നലത്തെ കാര്യമാണല്ലോ. എങ്ങനെ പറയാം? ഐ കുഡിന്റ് സ്റ്റഡി, എനിക്ക് പഠിക്കാൻ പറ്റിയില്ല ബിക്കോസ് ഐ സ്റ്റേഡ് അപ്പ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ് അല്ലേ. ഇന്നലെ രാത്രി എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നൈറ്റ് എന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഐ കുഡിന്റ് സ്റ്റഡി ബിക്കോസ് ഐ സ്റ്റേഡ് അപ്പ് ലേറ്റ് ലാസ്റ്റ് നൈറ്റ്. ഇന്നലെ ഉറക്കം ഒഴിച്ചത് കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ പാസ്റ്റ് ആണല്ലോ. എനിക്കിത് കഴുകാൻ കഴിയില്ല, എനിക്ക് ഇത് കഴുകാൻ കഴിയില്ല. എങ്ങനെ പറയാ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണല്ലേ. ഐ കാൺട്ട് വാഷ് ദിസ്, ഐ കാൺട്ട് വാഷ് ദിസ്, എനിക്കിത് കഴുകാൻ കഴിയില്ല. ഇനിയിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ, എൻ്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് എനിക്കിത് കഴുകാൻ കഴിയില്ല. എൻ്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് എനിക്കിത് കഴുകാൻ കഴിയില്ല. എങ്ങനെ പറയാ? ഐ കാൺട്ട് വാഷ് ഇറ്റ്, എനിക്കിത് കഴുകാൻ കഴിയില്ല ബിക്കോസ് ഐ ഹാവ് വോണ്ട്. വോണ്ട് ആണ് മുറിവ്, കൈക്ക് മുറിവുള്ളത് കൊണ്ടാണല്ലോ. അപ്പം ബിക്കോസ് ഐ ഹാവ് എ വോണ്ട് ഓൺ മൈ ഹാൻഡ്, എൻ്റെ കയ്യിൽ മുറിവുള്ളത് കൊണ്ട് എനിക്കിത് കഴുകാൻ കഴിയില്ല. എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് റൺ അല്ലെ, എനിക്ക് ഓടാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ പറയുകയാണെങ്കിലോ, എൻ്റെ കാല് വേദനയുള്ളത് കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? എൻ്റെ കാല് വേദനയുള്ളത് കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് റൺ ബിക്കോസ് മൈ ലെഗ് ഹർട്സ്. ഹർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന. അപ്പോ ഐ കാൺട്ട് റൺ ബിക്കോസ് മൈ ലെഗ് ഹർട്സ്, എൻ്റെ കാല് വേദനയുള്ളത് കൊണ്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, ഈ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? ഈ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഐ കാൺട്ട് റൈറ്റ് വിത്ത് ദിസ് പെൻ. കൊണ്ട് എന്ന് പറയുന്നത് കൊണ്ട് വിത്ത് എന്ന് യൂസ് ചെയ്തു അല്ലെ. അപ്പോ ഐ കാൺട്ട് റൈറ്റ് വിത്ത് ദിസ് പെൻ, ഈ പേന കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. ഓക്കെ, ഈ കറിയിൽ ഉപ്പ് കൂടിയത് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഈ കറിയിൽ ഉപ്പ് കൂടിയത് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? ഐ കാൺട്ട് ഈറ്റ് ദിസ് കറി, ഐ കാൺട്ട് ഈറ്റ് ദിസ് കറി ബിക്കോസ് ഇറ്റ്സ് ടു സാൾട്ടി. ഈ കറിയിൽ ഉപ്പ് കൂടിയത് കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ഈ സെന്റൻസ് എങ്ങനെ പറയാ? ഈ ചായ ചൂടുള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറയാലോ. ഈ ചായ ചൂടുള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. അപ്പം ഐ കാൺട്ട് ഡ്രിങ്ക് ദിസ് ടീ, ഐ കാൺട്ട് ഡ്രിങ്ക് ദിസ് ടീ, ഈ ചായ കുടിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ടു ഹോട്ട് അല്ലെ, ചൂടാണല്ലോ. അപ്പൊ ഹോട്ട്.
I can't drink this tea because it's too hot. ഈ ചായ ചൂടുള്ളത് കൊണ്ട് കുടിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമ്മളൊരു പാസ്റ്റിലെ കാര്യം പറയാണ്. ഇന്നലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ കഴിഞ്ഞില്ല. എങ്ങനെ അറിയാ? അവിടെ നമ്മൾ കുഡിന്റ് യൂസ് ചെയ്ത് പറയാ അല്ലെ. I couldn't eat yesterday. സിമ്പിൾ ആണല്ലോ. I couldn't eat yesterday. ഇന്നലെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞില്ല. ഇനി നാളെ എനിക്ക് പോകാൻ കഴിയില്ല. ഇതെങ്ങനെ പറയാ? നാളെ എനിക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഐ കാണ്ട് ഗോ ടുമോറോ എന്ന് പറയാം. ഐ കാണ്ട് ഗോ ടുമോറോ, എനിക്ക് നാളെ പോകാൻ കഴിയില്ല. എന്നാലും ഒന്നും കൂടി നമുക്ക് പൊളൈറ്റായി പറയാൻ വേണ്ടിയിട്ട് നാളത്തെ കാര്യം ആയതുകൊണ്ട് ഐ won't be able to go tomorrow എന്ന് വേണമെങ്കിലും പറയാട്ടോ. വളരെ സിമ്പിളായിട്ട്. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഐ കാൺ ടോക്ക് റൈറ്റ് നൗ. ഐ കാൺ ടോക്ക് റൈറ്റ് നൗ. എനിക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല. ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ശബ്ദം കൂടുതലുള്ളത് കൊണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഐ കാൺ ഹിയർ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ടു നോയ്സി അല്ലേ? ബിക്കോസ് ഇറ്റ്സ് ടു നോയ്സി, ശബ്ദം കൂടുതലുള്ളത് കൊണ്ട്. ഓക്കെ, ഒരു ഭാരമുള്ളൊരു ബാഗ് നമുക്ക് ചിലപ്പോൾ അത് പൊക്കാൻ കഴിയില്ല അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ്, എനിക്ക് ബാഗ് ഉയർത്താൻ പറ്റുന്നില്ല. എനിക്ക് ഈ ബാഗ് ഉയർത്താൻ പറ്റുന്നില്ല. എങ്ങനെ പറയാ? ഐ കാണ്ട് ലിഫ്റ്റ് ദിസ് ബാഗ്. ഐ കാണ്ട് ലിഫ്റ്റ് ദിസ് ബാഗ്. എനിക്ക് ബാഗ് ഉയർത്താൻ പറ്റുന്നില്ല. ഇനി ആ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയുകയാണെങ്കിലോ, ഇത് ഭാരമുള്ളത് കൊണ്ട് എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല അല്ലെ. ഇത് നല്ല ഭാരമുള്ളത് കൊണ്ട് എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഐ കാണ്ട് ലിഫ്റ്റ് അല്ലേ. അപ്പൊ ഐ കാണ്ട് ലിഫ്റ്റ് ഇറ്റ്, എനിക്കിത് ഉയർത്താൻ പറ്റുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ടു ഹെവി അല്ലേ. നല്ല ഭാരമുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഹെവി എന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ കാണ്ട് ലിഫ്റ്റ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് ടു ഹെവി. ഇതിന് നല്ല ഭാരമുള്ളത് കൊണ്ട് എനിക്ക് ഉയർത്താൻ പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, എനിക്കിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. എനിക്കിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഐ കാണ്ട് ഗോ ഔട്ട് ടുഡേ. ഐ കാണ്ട് ഗോ ഔട്ട് ടുഡേ. എനിക്കിന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല. അപ്പൊ അത് നമുക്ക് ഇങ്ങനെ പറയാം, മഴയുള്ളത് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല എന്നിങ്ങനെ പറയാ. മഴ ഉള്ളത് കൊണ്ട് എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. ഐ കാണ്ട് ഗോ ഔട്ട് because raining. I can't go out because raining. Okay, എനിക്ക് അവനെ വിളിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞു പോയ കാര്യമാണ്. എനിക്ക് അവനെ വിളിക്കാൻ കഴിഞ്ഞില്ല. I couldn't call him. I couldn't call him. എനിക്ക് അവനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഇനി ആ ഒരു സെന്റൻസ് നമ്മൾ ഇങ്ങനെ പറയാണ്, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവനെ വിളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിലോ, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അവനെ വിളിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ, എങ്ങനെ പറയാ? ഐ കുഡിൻ കോൾ ഹിം. കഴിഞ്ഞ കാര്യമല്ല. ഐ കുഡിൻ കോൾ ഹിം ബിക്കോസ് മൈ ഫോൺ വാസ് ഡെഡ് അല്ലെ. ചാർജ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ജീവൻ പോകുന്നത് പോലെ തന്നെയാണ് അല്ലെ. അപ്പൊ എങ്ങനെ പറയാ? ഐ കുഡിൻ കോൾ ഹിം ബിക്കോസ് മൈ ഫോൺ വാസ് ഡെഡ്. എനിക്കിന്ന് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ഇന്ന് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഐ കുഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ടുഡേ. ഐ കുഡിൻറ്റ് വേക്ക് അപ്പ് ഏർലി ടുഡേ. എനിക്കിന്ന് നേരത്തെ എഴുന്നേൽക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് നാളെ നിങ്ങളെ കാണാൻ കഴിയില്ല എന്നിങ്ങനെ പറയാ. എനിക്ക് നാളെ നിങ്ങളെ കാണാൻ കഴിയില്ല, നാളത്തെ കാര്യമാണ്. എങ്ങനെ പറയും എന്നുള്ളതും താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? കുഡിൻറ്റ്, കാൺറ്റ്, വോണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കഴിഞ്ഞ ശേഷം, സബ്ജക്റ്റ് കഴിഞ്ഞു, കുഡിൻ, കാൺ, വോണ്ട് ഇങ്ങനെയുള്ള സംഭവം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് പറയണം? വെർബ് V1 ഫോമിൽ മാത്രം പറയണം. അതുപോലെ തന്നെ അതിന് മുമ്പിലായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യരുത്? ടു എന്നുള്ള പ്രിപ്പോസിഷൻ യൂസ് ചെയ്യരുത്. കാരണം ഇത് കഴിഞ്ഞ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? V1 ഫോം യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഒരു ടു ചേർക്കരുത്, തെറ്റാണ്. അപ്പൊ ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ തന്ന സെന്റൻസ് നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ബെല്ലൈക്കണ് ഓൾ ഓപ്ഷൻ ഒക്കെ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക, പറയുക. അങ്ങനെ ഒരു നമ്മൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിലനിർത്തുക. കുറച്ച്
ശാരീരിക പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് കുറച്ച് കുറവായിരിക്കും. എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മുമ്പത്തെ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.